ഭാഗവതത്തിലെ ദശമസ്കന്ധമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ സ്കന്ധത്തിനും ലക്ഷണങ്ങളുണ്ടെന്ന് പറഞ്ഞു. ദശമസ്കന്ധത്തിൻ്റെ ലക്ഷണം നിരോധം എന്നാണ്. നിരോധം എന്ന് പറഞ്ഞാൽ ചിത്തവൃത്തി നിരോധ. പതഞ്ജലി മഹർഷി യോഗസൂത്രത്തിൽ പറയും, എന്താ യോഗ എന്ന് പറഞ്ഞ അർത്ഥം? യോഗ ചിത്തവൃത്തി നിരോധ, ചിന്തകളില്ലാത്ത അവസ്ഥ. അധികം അങ്ങനെ ഉണ്ടാവില്ല. ചിന്തകളുണ്ടെങ്കിൽ അസ്വസ്ഥതയാണ് ഉണ്ടാവുക. ഇനി ചിന്തകളില്ലെങ്കിലോ ഉറങ്ങിപ്പോകുക. ചിന്തകളുണ്ടെങ്കിൽ നമുക്ക് ദുഃഖം തന്നെയാണ് ഉണ്ടാവുക കൂടുതലും. അഥവാ ചിന്ത ഇല്ലെങ്കിൽ എന്താ ഉണ്ടാവുക? ഉറങ്ങുക ചെയ്യുക. അങ്ങനെയല്ല, ഉണർന്നിരുന്നിട്ട് ചിന്തകളില്ലാത്ത അവസ്ഥ, അതിനെയാണ് സമാധി അല്ലെങ്കിൽ യോഗം എന്ന് പറയുക. അതെങ്ങനെ സാധിക്കും? അത് ദശമസ്കന്ധം ശ്രദ്ധിച്ചാൽ നമുക്ക് സാധിക്കും. ഇവിടെ മറ്റു വിഷയങ്ങളിലേക്ക് മനസ്സ് പോവാതിരിക്കാൻ ഭഗവാന്റെ മനോഹരങ്ങളായിട്ടുള്ള കഥകൾ, അനവധി ചിത്രങ്ങൾ ഇവിടെ വരച്ചു വയ്ക്കുകയാണ് ദശമസ്കന്ധത്തിൽ. ബാലലീലകൾ ധാരാളം, പലതരത്തിലുള്ള ഭഗവാന്റെ ഭാവങ്ങൾ. ഏതെങ്കിലും ഒരു ഭാവത്തിൽ മനസ്സുറക്കട്ടെ. നമുക്കൊക്കെ വേണമെങ്കിൽ ഗോപികമാരായിട്ട് മാറാം, ഒരു ഗോപികയാവാം. അതല്ല ഭഗവാനോട് വാത്സല്യമാണെങ്കിൽ നമുക്ക് യശോദയായിട്ട് മാറാം. അതല്ല ഒരു കൂട്ടുകാരനെ പോലെ കാണണമെന്നാണോ ആഗ്രഹം, അങ്ങനെയാണെങ്കിൽ ഒരു ഗോപികയെ പോലെ, ഇഷ്ടമുള്ളതുപോലെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച്. അതാണ് ഈ ഒരു സ്കന്ധത്തിൻ്റെ പ്രത്യേകത. വെറുതെ മനസ്സ് വെച്ചാൽ അത് അപകടമായിട്ട് തീരും. ആനയുടെ തുമ്പിക്കൈ പോലെയാണ് മനസ്സെന്ന് പറയും രാമകൃഷ്ണദേവൻ. ആനയെ എഴുന്നള്ളിക്കാൻ വേണ്ടി റോട്ടിലൂടെ കൊണ്ടുപോകുന്ന സമയത്ത് അതിൻ്റെ തുമ്പിക്കൈയിൽ പ്രത്യേകിച്ചൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ പാപ്പാൻ്റെ കാര്യം കഷ്ടമാണ്. അത് പോണ വഴിക്ക് അടുത്തുള്ള പറമ്പിലുള്ളതൊക്കെ പിടിച്ച് വലിക്കും. പിന്നെ അവിടുത്തെ ആ വീട്ടുകാരുടെ ചീത്തയൊക്കെ കേൾക്കേണ്ടത് പാപ്പാനാണ്. അതുകൊണ്ട് വിവരമുള്ള പാപ്പാൻ എന്ത് ചെയ്യും? അവിടുന്ന് പുറപ്പെട്ട് വരുമ്പോഴേ വല്ല പട്ടയോ കരിമ്പോ കയ്യിലങ്ങോട്ട് കൊടുക്കും തുമ്പിക്കൈയിൽ. പിന്നെ അതും പിടിച്ച് അവിടെ ഇരുന്നോളൂ എത്തുന്നത് വരെ. ഇതുപോലെ മനസ്സിനും എന്തെങ്കിലും ഒന്ന് കൊടുക്കണം. ഇപ്പം നമ്മൾ ഭാഗവതം കൊടുത്തു, ഇനി പേഴി സ്വന്തം പിടിച്ച് അവിടെ ഇരുന്നോളും. അതുകൊണ്ട് വേറെ ഉപദ്രവമില്ല. ഇല്ലെങ്കിൽ അതും ഇതും പിടിച്ച് വലിച്ച് ജീവിതത്തിൽ ദുഃഖം ഉണ്ടാവും. ദഹിക്കാത്ത പലതും അകത്തേക്ക് എത്തിക്കും. ഇതിപ്പോൾ ആ പ്രശ്നമില്ല. ചിത്തവൃത്തി നിരോധ, പല ദിക്കിലേക്ക് പോണ മനസ്സിനെ തൽക്കാലം ഒരു ദിക്കിൽ ഒതുക്കി നിർത്തുകയാണ്. അങ്ങനെ ഒതുക്കി നിർത്തി കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? മനസ്സങ്ങോട്ട് തോറ്റ് പിന്മാറും. കുറേയൊക്കെ നമ്മളെ ചീത്തയാക്കാൻ ശ്രമിക്കും. പറ്റണില്ല എന്ന് കണ്ടാലോ മനസ്സ് നമ്മുടെ അടിമയായിട്ട് മാറുന്നതാണ്. നമ്മളതിനെ പിന്നാലെ പോകരുത്. ചിന്ത വന്നാൽ ചിന്തയുടെ പിന്നാലെ നമ്മൾ പോകാണ്ടിരുന്നാൽ മതി. കുറച്ച് കഴിഞ്ഞ് ചിന്ത വന്ന് തിരിച്ചു പോയിക്കോളും. പക്ഷെ നമ്മൾ ചിന്ത വരുമ്പോഴേക്കും നമ്മളത് വീണ്ടും വീണ്ടും ചിന്തിച്ച് നമ്മളത് രാഗം താളം പിന്നെയും വിസ്തരിച്ച് പിന്നത് രാഗമാലിക പാടി ഇങ്ങനെ നമ്മളത് വിസ്തരിക്കാൻ നിന്നിട്ടാണ് ഈ പ്രശ്നം. അത് വരട്ടെ, അതിന് മൈൻഡ് ചെയ്യണ്ട. കുറച്ച് കഴിഞ്ഞാൽ അതെന്നെ ലജ്ജിച്ച് പോയിക്കോളും. നമ്മൾ മൈൻഡ് ചെയ്യാൻ പുറപ്പെട്ടാലോ അതിന് കേമത്തം ശക്തി കൂടി 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 വരും. പിന്നെ നമ്മുടെ കൺട്രോളിലല്ലാതെയാവും. അതുകൊണ്ട് ആദ്യം വേണ്ടത് മറ്റു വിഷയങ്ങളിലേക്ക് പോവാതിരിക്കാൻ ശുദ്ധമായ ഒരു വസ്തുവിൽ മനസ്സ് ചേർക്കുക. അങ്ങനെയാകുമ്പോൾ മറ്റുള്ള ദിക്കിൽ പോയി ഒട്ടാണ്ടിരിക്കും. അതാണ് ദശമസ്കന്ധം. മനോഹരങ്ങളായിട്ടുള്ള ഭഗവാന്റെ കഥകൾ വർണ്ണിച്ചാൽ അത് കേൾക്കുമ്പം ഏതൊരാളുടെയും മനസ്സ് അതിൽ നിൽക്കും. അതിൽ നിന്നെന്താ ലാഭം? മറ്റു പലതും ചിന്തിക്കേണ്ടിയാവും. ചിന്തയാണ് ബുദ്ധിമുട്ട്. ചിത ലേശം വ്യത്യാസമേ ഉള്ളൂ. ചിന്തയ്ക്കൊരു ബിന്ദും കൂടി ഉണ്ടെന്ന് മാത്രം. പക്ഷേ ചിതയാ പിന്നെയും ഭേദം. ഒരു പ്രാവശ്യം ദഹിക്കുള്ളൂ. ചിന്ത അങ്ങനെയല്ല, ആജീവനാന്തം അങ്ങനെ ദഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ ചിന്തകളില്ലാണ്ട് ആവാൻ ഉള്ള വഴിയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. ചിത്തവൃത്തി നിരോധ യോഗ, യോഗം തന്നെയാണ് ഇവിടെ ദശമസ്കന്ധത്തിൽ വർണ്ണിക്കുന്നത്. ഭഗവാന്റെ ലീലകൾ. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ സച്ചിദാനന്ദ വസ്തു, ആനന്ദസ്വരൂപൻ, ആനന്ദരൂപ ഭഗവൻ നയിത്തേ അവതാരേ. മേൽപ്പത്തൂർ അങ്ങനെയാണ് വർണ്ണിക്കുക. നാരായണീയം തുടങ്ങുമ്പോൾ എന്താ പറഞ്ഞത്? സാന്ദ്രാനന്ദാവബോധാത്മകം, ആനന്ദം കൊണ്ട് ആരംഭിച്ചു. ഇനി നിർത്തുമ്പോഴും എന്താ പറയുക? പരമാനന്ദ സന്തോഹലക്ഷ്മി, അപ്പോഴും ആനന്ദം പറഞ്ഞു. ഇനി മുഖ്യ കഥാപാത്രം കൃഷ്ണനെ പറ്റി വർണ്ണിക്കുമ്പോഴും സാന്ദ്രാനന്ദ തനോഹോ, അപ്പോഴും ആനന്ദം. ഭാഗവതം അങ്ങനെ തന്നെയാണ്. തുടങ്ങിയത് എങ്ങനെയാണ്? സത്യം പരം ധീമഹി, ആനന്ദം എന്നുള്ള സ്ഥലത്ത് സത്യം എന്നാണ് വെച്ചത്. നിർത്തുമ്പോഴും സത്യം പരം ധീമഹി. ഭഗവാന്റെ അവതാരം വർണ്ണിക്കുമ്പം അതിന് മുമ്പായിട്ട് സത്യവ്രതം സത്യപരം ത്രിസത്യം സത്യസ്യോനിം നിഹിതം ച സത്യേ, ഇതാണ് സത്യം എന്നാണ്. ഈ സത്യത്തെ വിചാരം ചെയ്താൽ ദുഃഖം ഉണ്ടാവില്ല. നമ്മളിപ്പോൾ വിചാരം ചെയ്യുന്നതൊക്കെ അസത്യത്തെയാണ്. എന്നല്ലെങ്കിൽ നാളെ ഇല്ലാണ്ടിയാവുന്നതിന് വിചാരം ചെയ്താൽ എന്താ കുഴപ്പം ചോദിച്ചാൽ അത് ഇല്ലാണ്ടിയാകുമ്പോൾ ദുഃഖം ഉണ്ടാവും. അതാണ് കുഴപ്പം. ആശ്രയിക്കേണ്ടത് ഒരിക്കലും ഇല്ലാത്തയാവുന്ന വസ്തുവിനെയാണ് ആശ്രയിക്കേണ്ടത്. അതുകൊണ്ട് ഭഗവാനെ ആശ്രയിക്കും, ദുഃഖം ഉണ്ടാവില്ല. ഇവിടുത്തെ ആ ദേവയ്ക്കും വസുദേവർക്കും ഭഗവാനെ ലഭിച്ചു. എത്രയോ ത്യാഗം അനുഭവിച്ചതിൻ്റെ ഫലമാണ്. എത്ര കുട്ടികളുണ്ടായി മരിച്ചുപോയി എന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ടാണ് ആരെ കിട്ടണത്? ഭഗവാനെ കിട്ടണത്. ദുഃഖമൊന്നും ഇല്ലാണ്ട് ഭഗവാനെ കിട്ടില്ല. കുറേ ദുഃഖിച്ച് 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 ഹൃദയം അങ്ങോട്ട് ശുദ്ധമായപ്പോൾ ഭഗവാനെ ലഭിക്കുകയാണ്. ആ മധുരയിലെ കാരാഗ്രഹത്തിൽ ഭഗവാൻ അവതരിച്ചു. ഭഗവാൻ അവതരിച്ചതോടുകൂടി ദുഃഖങ്ങളൊക്കെ അങ്ങോട്ട് പോയി. എല്ലാം മറന്നു. ഭഗവാനെ തൊഴുതു നമസ്കരിക്കുന്നു, സ്തുതിക്കുന്നു. കേമായിട്ട് സ്തുതിച്ചു വസുദേവർ എന്നാണ്. അങ്ങനെ അറിയാൻ എങ്ങനെ സാധിക്കുള്ളൂ ഭഗവാനെ?
കേവലാനുഭവാനന്ദസ്വരൂപ. അങ്ങ് ആരാണ്? ആനന്ദസ്വരൂപനാണ്. അങ്ങനെ അറിയാൻ കേവലം അനുഭവം കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. അങ്ങനെ അനുഭവിക്കാനേ പറ്റുള്ളൂ. കാണാൻ സാധിക്കുന്നില്ല, കേൾക്കാൻ സാധിക്കില്ല. അങ്ങനെ പൂർണ്ണമായിട്ട് കേൾക്കാനോ കാണാനോ സാധിക്കില്ല. അനുഭവിച്ചറിയാൻ പറ്റും എന്ന് പറഞ്ഞ് അച്ഛൻ സ്തുതിക്കുന്നു. അമ്മയുടെ സ്തുതി പിന്നെ രൂപം യത്തത് പ്രാഹുരവ്യക്തമാദ്യം ബ്രഹ്മജ്യോതി നിർഗുണം നിർവികാരം സത്താമാത്രം നിർവിശേഷം നിരീഹം സത്വം സാക്ഷാത് വിഷ്ണുരധ്യാത്മദീപ. അങ്ങ് അവ്യക്തനാണ്, അങ്ങ് ബ്രഹ്മജ്യോതിയാണ്, നിർഗുണനാണ്, നിർവികാരനാണ്, സത്താമാത്രനാണ്. ആരാ സ്തുതിക്കുന്നത്? അമ്മ മകനെ സ്തുതിക്കുകയാണ്. സ്വതവേ കുട്ടികളൊക്കെ ഉണ്ടായാൽ അമ്മയ്ക്കും അച്ഛനൊക്കെ അജ്ഞാനം കൂടുക ചെയ്യുക. അതുവരെയും ഇല്ലാത്ത വിഷയങ്ങളോടുള്ള ആസക്തി കുട്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ കുട്ടിയോട് വല്ലാത്തൊരു ആസക്തി ഉണ്ടാവും. തുടക്കത്തിലൊന്നും ഉണ്ടാവില്ല. കുട്ടിയൊന്നും ഉണ്ടായാലും എനിക്ക് അങ്ങനെ ഭ്രമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിക്കും. പക്ഷേ കുട്ടിയുടെ കൊഞ്ചൽ, അതിൻ്റെ വർത്തമാനം, അതടുത്തേക്ക് വരുമ്പോഴുള്ള ഭാവം, ഇങ്ങനെ അജ്ഞാനം വർദ്ധിക്കുക ചെയ്യുക സ്വതവേ. പക്ഷേ ഇവിടെ ദേവകിക്കും വസുദേവർക്കും അജ്ഞാനം പോയി. കാരണം അവർ സ്തുതിച്ചതെന്താ? കൃഷ്ണൻ്റെ കവിള് കണ്ടിട്ടോ ചുണ്ട് കണ്ടിട്ടോ കൽക്കണ്ടം മുന്തിരി എന്നൊക്കെ പറഞ്ഞു ഒന്നും പറഞ്ഞില്ല. രൂപം യത്തത് പ്രാഹുരവ്യക്തമാദ്യം ബ്രഹ്മജ്യോതി നിർഗുണം നിർവികാരം. വേദാന്തമാണ് പറയുന്നതൊക്കെ. എന്ന് പറഞ്ഞ അർത്ഥം ആ സ്ത്രീയുടെ ഉള്ളിലുള്ള അജ്ഞാനമൊക്കെ നീക്കി കൊടുത്തു ഭഗവാന് താല്പര്യം. ഭഗവാന് തോന്നി ഇവിടെ ഉള്ളവർക്ക് സ്തുതിക്കാൻ മാത്രമേ അറിയുള്ളൂ തോന്നുന്നുണ്ട്. താൻ ഇപ്പോൾ പുറപ്പെട്ടു പോന്നിട്ട് ഇവിടെ അച്ഛനും അമ്മയും കൊഞ്ചിക്കുന്നില്ലെങ്കിൽ പിന്നെ ഇവിടെ നിൽക്കണം. നല്ലതെന്താ? ഇത്ര വിവരമൊന്നും ഇല്ലാത്ത ദിക്കിലേക്ക് മാറുക നല്ലത്. അങ്ങനെയാകുമ്പം അവർ തൻ്റെ കൂടെ കളിക്കും, തന്നെ കൊഞ്ചിക്കും, എടുക്കും, ലാളിക്കും. പരബ്രഹ്മം എന്നുള്ള വിചാരം ഉണ്ടെങ്കിൽ വിട്ടു നിൽക്കുകയുള്ളൂ, ഒരു ഗൗരവത്തിൽ വിട്ടു നിൽക്കുകയുള്ളൂ, അധികം ഇടപെടലില്ല. എന്നാൽ ഇവിടം വിട്ട് ഗോകുലത്തിലേക്ക് പോയാലോ? അവിടെ ആകുമ്പോൾ വലിയ അറിവുള്ളവരൊന്നുമില്ല, വലിയ ബുദ്ധിയുള്ളവർ കുറവാണ്. അങ്ങനെയാകുമ്പോൾ അവിടെ കളിച്ച് രസിക്കാലോ എന്ന് വിചാരിച്ചോ എന്തോ അറിയില്ല. ഭഗവാൻ ആ അച്ഛനോടും അമ്മയോടും പറഞ്ഞു, മതി, ഇപ്പോൾ കുറച്ച് കാലമായിട്ട് നിങ്ങളുടെ മകനായിട്ട് ഞാനിങ്ങനെ അവതരിക്കുന്നുണ്ട്, ഇതോടുകൂടി കഴിയട്ടോ. ഇനി പൂർണ്ണമാവണമെങ്കിൽ, ദുഃഖം പൂർണ്ണമായിട്ട് നശിക്കണമെങ്കിൽ ഞാൻ ഈ പറയുന്ന വിദ്യ നിങ്ങൾ അഭ്യസിക്കൂ. യുവാമാം പുത്രഭാവേന. ഗംഭീരമായിട്ടുള്ള ഉപദേശമാണ്, നമുക്കൊക്കെ ഉള്ള ഉപദേശം. അതാണ് കർമ്മയോഗം. യുവാമാം പുത്രഭാവേന ബ്രഹ്മഭാവേന ചാസകൃത് ചിന്തയന്തൗ കൃതസ്നേഹോ യാസിയേഥേ മദ്ഗതിം പരാം. നിങ്ങൾ എന്നെ പുത്രനായിട്ട് കണ്ട് സ്നേഹിച്ചോളൂ. സ്നേഹിക്കേണ്ട പറയണില്ല, എങ്ങനെ കണ്ടോളൂ? പുത്രനായിട്ട് കണ്ട് സ്നേഹിച്ചോളൂ. പക്ഷെ എന്നെ ചിന്തിക്കുന്നത് എങ്ങനെ വേണം? ബ്രഹ്മഭാവേന ചിന്തയന്തൗ പുത്രഭാവേന കൃതസ്നേഹൗ. പുത്രനായിട്ട് കണ്ട് സ്നേഹിക്കുക, ബ്രഹ്മമായിട്ട് കണ്ട് ചിന്തിക്കുക. എങ്ങനെയാണെങ്കിൽ നമുക്കൊന്നും നമ്മളെ ബുദ്ധിമുട്ടിക്കില്ല. അച്ഛനെ അച്ഛനായിട്ട് കണ്ട് ബഹുമാനിക്കുക. ചിന്തിക്കുന്നത് എങ്ങനെയാവണം? പിതൃദേവോ ഭവ. അച്ഛൻ ബ്രഹ്മമാണ്. അമ്മയെ അമ്മയായി കണ്ട് സ്നേഹിച്ചോളൂ, ആദരിച്ചോളൂ. ചിന്തിക്കുന്നത് എങ്ങനെ വേണം? അമ്മയും ബ്രഹ്മം എന്ന് കാണുമ്പോൾ ആ ദേഹം കണ്ട് പോയാലും ദുഃഖം ഉണ്ടാവില്ല. ഭാര്യയാണെങ്കിലും അതും ബ്രഹ്മമാണ്. ബ്രഹ്മഭാവേന ചിന്തയന്തവും. ഭാര്യയായിട്ട് കണ്ട് സ്നേഹിക്കാം, വേണം, വേണ്ടാന്ന് പറയണില്ല. പക്ഷെ ചിന്തിക്കണത് എങ്ങനെ വേണം? ചിന്തിക്കണത് ബ്രഹ്മമായിട്ട് വേണം. അങ്ങനെയാണെങ്കിലോ യാസിയേഥേ മദ്ഗതിം പരാം. ഇങ്ങനെയാണ് ഈ ലോകത്ത് കഴിയുന്നതെങ്കിൽ എന്നിലെത്തും, തീർച്ചയാണ്, ദുഃഖം ഉണ്ടാവില്ല എന്നർത്ഥം എന്നും പറഞ്ഞ ഭഗവാൻ ബഭൂവ പ്രാകൃത ശിശു. സാധാരണ മനുഷ്യക്കുട്ടിയായിട്ട് മാറിയെന്നാണ്. ഇപ്പം 4 കൈയുണ്ട്, ശംഖും ചക്രം ഗതിയൊക്കെ ഉണ്ട്. ഭഗവാൻ ആ ഒരു മഞ്ഞ പട്ട കൊടുത്തുകൊണ്ടാണ് അതൊക്കെ മാറി. സാധാരണ ഒരു മനുഷ്യക്കുട്ടിയായിട്ട് മാറി. അച്ഛൻ്റെ ഉള്ളിൽ തോന്നിപ്പിച്ചു എത്രയും പെട്ടെന്ന് എന്നെ കൊണ്ടുപോവുക. എന്നിട്ട് ആ യമുനാ നദി കടന്നിട്ട് ഗോകുലത്തിലെത്തി അവിടെ യശോദയുടെ അടുത്തൊരു പെൺകുട്ടിയെ കാണും. എന്നെ അവിടെ കടത്തിയിട്ട് അവളെയും കൊണ്ടിങ്ങോട്ട് പോന്നോളൂ. അത് മനസ്സിലാക്കി ഭഗവാനെ വാരി അങ്ങോട്ട് എടുത്തു. ഭഗവാനെ തൊട്ടതോടുകൂടി കാരാഗൃഹം തുറന്നു, ചങ്ങലകൾ അഴിഞ്ഞു. വ്യംഗ്യമായിട്ട് കാണിക്കുകയാണ്. എന്ത് ബന്ധനങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്താൽ മതി, ഭഗവാനെ ഒന്ന് ആശ്രയിക്കൂ, ഭഗവാനെ എടുക്കാൻ ശ്രമിക്കൂ. എടുക്കാൻ പുറപ്പെട്ടപ്പോഴേക്കും കാരാഗ്രഹം തുറന്നു, ബന്ധനങ്ങളൊക്കെ പോയി, ചങ്ങലയൊക്കെ അഴിഞ്ഞു. ചുറ്റുമുള്ള ആ ദുഷ്ടന്മാരൊക്കെ കൂർക്കം വലിച്ച് കിടന്നുറങ്ങുക. അവരൊന്നും ഭഗവാൻ അവതരിച്ചത് അറിഞ്ഞിട്ടുമില്ല. ആ ഉണ്ണിയെ വാരിയെടുത്തപ്പോഴേക്കും പ്രശ്നങ്ങൾ തീർന്നു. പുറത്തേക്ക് ഇറങ്ങി. ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. ഉണ്ണിക്ക് കൊള്ളുമോ എന്നൊരു സംശയം ഇല്ല. അപ്പോഴേക്കും അനന്തൻ വന്നു. തൻ്റെ ആ ഭണം മുഴുവനായിട്ടൊന്നും വിരിച്ചില്ല. മുഴുവനായിട്ട് വിരിച്ചാൽ പിന്നെ വെള്ളം ഒട്ടും എവിടെ എത്തില്ല. ചെറുതായിട്ടൊന്ന്, നമ്മളിപ്പോൾ ചെറിയ മഴയാണെന്ന് വെച്ചാൽ കുട മുഴുവൻ തുറക്കുമോ? അവിടെ വരെ പോകുന്നുണ്ട്. ഒന്നങ്ങോട്ട് കയറി പോയിട്ട് അപ്പോൾ ലേശം ഒന്ന്, അതേപോലെ കുറച്ചൊന്ന്. അപ്പോഴേക്കും മഴ ഇല്ല എന്ന് തോന്നി. ദൂരത്തെ മഴയുള്ളൂ. ആ ഉണ്ണിയെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങി അങ്ങനെ പോവുകയാണ്. നല്ല വെളിച്ചം. ആ അനന്തൻ്റെ ശിരസിലുള്ള ഭണത്തിൻ്റെ മുകളിലുള്ള രത്നങ്ങളുടെ പ്രകാശം ഭഗവാനെ മാറോട് ചേർത്ത് ആ വസുദേവര ഉണ്ണിയും കൊണ്ട് അങ്ങനെ നടക്കുകയാണ്. ശീവേലിക്കൊക്കെ എഴുന്നള്ളിക്കുന്നത് പോലെ, തടമ്പെടുത്ത് നടക്കുന്നത് പോലെ അങ്ങനെ വസുദേവര ഉണ്ണിയും എടുത്ത് അങ്ങനെ പോകണു. കുറച്ച് ദൂരം കണ്ട് സഞ്ചരിച്ചപ്പോഴാണ് യമുനാ നദി. ആ യമുനാ നദി കടക്കണം.
അതങ്ങനെ ഒഴുകുകയാണ്. മുരാരികായ കാളിമാലലാമവാരിധാരിണി തൃണീകൃത ത്രിവിഷ്ടപത്രിലോകതാപഹാരിണി. ശങ്കരാചാര്യർ വർണ്ണിക്കുന്നത് തന്നെ അതിൻ്റെ ഒഴുക്ക് പോലെയാണ് ആ താളം. യമുനാ നദി ആരാണ്? സൂരജ എന്ന അവളുടെ പേര്, സൂര്യപുത്രിയാണ്. അവളിപ്പം നദിയായിട്ട് വന്നത് എന്തിനാ നിശ്ചയുണ്ടോ? ഭഗവാനെ ഒന്ന് കാണാലോ, ഭഗവാനൊന്ന് തൊടാലോ എന്ന് കരുതിയിട്ടാണ് യമുനാ നദിയായിട്ട് ആ വൃന്ദാവനത്തിലേക്ക് വന്നത്. തൻ്റെ മഹാപ്രഭുത എഴുന്നള്ളി വരികയാണെന്ന് കണ്ടപ്പം ആ ഭഗവാന്റെ പാദം തൊടണമെന്നൊരു മോഹമാർക്ക് ഈ യമുനയ്ക്ക് ഒരു വഴി കണ്ടു. രണ്ട് ഭാഗത്തേക്ക് വഴി മാറിക്കൊടുക്കുക എന്നുള്ള വ്യാജേന, നമ്മളങ്ങനെ വിചാരിക്കും വഴി മാറിക്കൊടുക്കുക എന്നല്ല, വഴി മാറിക്കൊടുക്കലുണ്ട്, പക്ഷേ മുഖ്യമതല്ല. വഴി മാറിക്കൊടുക്കുക എന്നുള്ള വ്യാജേന രണ്ട് ഭാഗത്തേക്ക് അങ്ങോട്ട് മാറി പൊന്തി വന്ന് തൻ്റെ ഓളങ്ങളാകുന്ന കൈകളെ കൊണ്ട് ഒരു തുള്ളി കൊണ്ട് ആരെ തൊട്ടു? ഭഗവാന്റെ പാദം അങ്ങോട്ട് തൊട്ടു. അതോടുകൂടി ആ വെളുത്ത നദി കറത്തു. മുരാരികായ കാളിമ ലലാമവാരിധാരിണി. മുരാരി പറഞ്ഞ കൃഷ്ണൻ, കായം ശരീരം, കാളിമ കറുപ്പ്. ആ കറുത്ത കൃഷ്ണനെ തൊട്ടതോടുകൂടി ഈ വെളുത്ത നദി കറുത്തു. കറുത്തു പറഞ്ഞ കാര്യമില്ല, അത് പുണ്യ നദിയായിട്ട് മാറി എന്നാണ്. ഭഗവാന്റെ പാദത്തെ ശിരസിൽ അങ്ങോട്ട് വെച്ചു എന്നാണ്. അതിലൊന്ന് മുങ്ങിയാൽ സകല പാപങ്ങളും തീരും. അങ്ങനെ പുണ്യനദിയാക്കി മാറ്റി ആരെ? ആ യമുനാ നദിയെ. അക്കരെ എത്തി. ഗോകുലത്തിൽ എന്താ കഥ? നന്ദഗൃഹം, അതിൻ്റെ ചുറ്റും അങ്ങനെ ഗോപന്മാർ തലങ്ങും വിലങ്ങും കിടക്കുകയാണ്, നല്ല ഉറക്ക. അവരെന്തിനാ വന്നത്? ഈ 40-45 വയസ്സായി യശോദയ്ക്ക് പെട്ടെന്നൊരു പ്രശ്നം വന്ന്, ബുദ്ധിമുട്ട് വന്ന്, ഔഷധം വേണമെന്നൊക്കെ പറഞ്ഞാൽ കൊണ്ടു കൊടുക്കാൻ നന്ദഗോപരെ സഹായിക്കാൻ വന്നവരാ. എന്തൊരു സ്നേഹ അവർക്ക് നന്ദരോട്. മെല്ലെ മെല്ലെ അവരൊന്നും ചവിട്ടാതെ അകത്തേക്ക് പ്രവേശിച്ചു. അവിടെ ഗോപസ്ത്രീകൾ തലങ്ങും വിലങ്ങും അങ്ങനെ നന്ദഗൃഹത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അവരെന്തിനാ വന്നത്? ശുശ്രൂഷിക്കാൻ വന്നതാ. ഇത്രയും പ്രായമായിട്ടല്ലേ ഇപ്പോൾ പ്രസവിക്കുന്നത്. എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ ശുശ്രൂഷിക്കാൻ കരുതി വന്നവരൊക്കെ നല്ല ഉറക്കാണ്. പ്രസവിച്ച യശോദ നല്ല ഉറക്കം. പ്രസവിച്ച് തന്നെ യശോദയ്ക്ക് ഓർമ്മയില്ല. ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ ഒന്നും ആർക്കറിയില്ല, യശോദയ്ക്ക് അറിയില്ല. നമ്മൾ ചോദിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ ചോദിച്ചാൽ ആരാ അവിടെ വന്നത്? യാ ദേവീ സർവഭൂതേഷു നിദ്രാരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമ. എല്ലാവരോടും നിദ്രയായിട്ടിരിക്കണത് ആരാ? നമുക്ക് ഉറക്കം വരണച്ചാൽ ആര് പ്രസാദിക്കണം? ആ ഭഗവതി പ്രസാദിക്കണം. ആ ഉറക്കമായിട്ടിരിക്കുന്നതും ഈ ഭഗവതിയാണ്. ആ ഭഗവതി കൊണ്ട് അനുഗ്രഹിച്ചു. എല്ലാവരും നല്ല ഉറക്കാണ്. മായയാണ് വന്നത്, സാധാരണക്കാരിയല്ല. അതുകൊണ്ടൊന്നും ആരും അറിഞ്ഞില്ല. രോഹിണീപുത്രൻ ബലരാമനും അവിടെ ഉണ്ട്. അച്ഛനെ കണ്ടതും ബലരാമേട്ടൻ അങ്ങനെ നോക്കി, ഉണ്ണിയെ ഇപ്പം ലാളിക്കാനൊന്നും സമയമില്ലിട്ടു, അച്ഛൻ വരും കിട്ടും എന്നൊക്കെ പറഞ്ഞ് ആ ഉണ്ണിയെ നോക്കി മെല്ലെ ആ തൻ്റെ കയ്യിലുള്ള ഉണ്ണിയെ അവിടെ കിടത്തി ആ മായാഭഗവതിയെ അങ്ങോട്ട് എടുത്തു. സാധിക്കുമോ വസുദേവർക്കെന്ന് ചോദിച്ചാൽ കൈകൊണ്ട് ഉണ്ണി അവിടെ കിടത്തിയെങ്കിലും എടുത്തത് ആരെ തന്നെയാണ്? ഭഗവാനെ തന്നെ ഹൃദയത്തിലേക്ക് അങ്ങോട്ട് എടുത്തിട്ടാണ്. കയ്യിൽ ഭഗവതിയാണ്, പക്ഷെ ഉള്ളിൽ ഭഗവാൻ തന്നെയാണ്. അങ്ങനെ അദ്ദേഹം തിരിച്ചങ്ങോട്ട് പോരുകയാണ്. ചോദിച്ചു ഭഗവതി ആയോ? എന്തായോ? അല്ല കിള്ളേ കരയണ്ടേ? അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ട്. ജനിച്ചു കഴിഞ്ഞാൽ ഇപ്പം കരഞ്ഞിട്ടില്ലേ? ഞാൻ അങ്ങോട്ട് കരഞ്ഞാൽ അവരൊക്കെ ഉണരും. വേണോ? വേണ്ട, ഇവിടുന്ന് കരയണ്ട. അവിടെ എത്തിയിട്ട് നമുക്ക് അവരെ ആരെ ഉണർത്താം? അമ്മ അവനെ ഉണർത്തണം എന്ന് പറഞ്ഞ് ആ കുട്ടിയെയും കൊണ്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നു. ഇവിടെ എത്തി. കാരാഗ്രഹത്തിലേക്ക് അങ്ങോട്ട് കയറിയതും സർവാഹ പൂർവവതാവൃതാഹ ഒക്കെ പഴയതുപോലെ തന്നെയായി എന്നാണ്. ഭഗവാനെ വിട്ടതും കാരാഗ്രഹം അടഞ്ഞു, ചങ്ങലകൾ വന്നു. ആ കുട്ടിയുടെ കരച്ചിൽ തതോ ബാലധ്വനിം ശ്രുത്വാ ഗൃഹപാലാഹ സമുത്ഥിതാഹ. ആ കുട്ടിയുടെ കരച്ചിൽ കേട്ട് ആരെണീറ്റു? ഗൃഹപാലന്മാരൊക്കെ, ആ ഭടന്മാരൊക്കെ അങ്ങോട്ട് എഴുന്നേറ്റു. കൃഷ്ണൻ വന്നപ്പോൾ അവർ എഴുന്നേറ്റിട്ടില്ല, അവരറിഞ്ഞില്ല. പക്ഷെ മായയെ അവർ വന്നപ്പോൾ അറിഞ്ഞു. ഇതാണ് കഥ കാണിക്കുന്നത്. അവരെഴുന്നേറ്റു. ഈ വാർത്ത കംസനെ അറിയിച്ചു. ദേവകി പ്രസവിച്ചു എന്നുള്ള വാർത്ത. കംസൻ അങ്ങോട്ട് ഉരുപ്പിടിച്ച വാളുമായിട്ട് ഓടി വരികയാണ്. തട്ടി വീഴുന്നു. തലേന്ന് കിരീടം വീണു പോകണം. അദ്ദേഹം ഓടി വന്ന് ആരെ നോക്കുകയാണ്? ആ ദേവകിയെ നോക്കിയ സമയത്ത് പാവം ദേവകി ആ കുട്ടിയെ മാറോട് ചേർത്ത് കൊടുക്കാൻ മടിച്ചു നിൽക്കുകയാണ്. തമാഹ ഭ്രാതരം ദേവി കൃപണ കരുണം സതീ സ്നുഷേയം തവ കല്യാണ സ്ത്രീയം ഹന്തുമർഹസി. എത്ര കുട്ടികളെ അങ്ങ് കൊന്നു. ഇനിയിപ്പോൾ ഞാൻ പ്രസവിക്കുമെന്നും അറിയില്ല. ഇതൊരു പെൺകുട്ടിയല്ലേ, അങ്ങ് ഭയക്കേണ്ട കാര്യമുണ്ടോ? ഇതൊന്നും അങ്ങനെ ചെയ്യില്ല. അതുകൊണ്ട് ഇതിനെയെങ്കിലും ഒന്ന് വെറുതെ വിടുവോ എന്ന് ഇവളങ്ങനെ കരഞ്ഞ് പറയുകയാണ്. എന്താ എത്ര കണ്ട് സ്നേഹം ഈ കുട്ടിയോട്? തൻ്റെ കുട്ടിയല്ല. എന്താണ് ഇതുവരെ വരെ കൊടുത്തതിന് കുഴപ്പമില്ല, തൻ്റെ കുട്ടിയാണല്ലോ. ഇതിപ്പം യശോദയുടെ കുട്ടിയെ കൊണ്ടുവന്നതാ, അതുകൊണ്ട് കൊടുക്കാൻ നല്ല മടിയുണ്ട്. അവസാനം ഇതുവരെ പറഞ്ഞു നോക്കി. സ്നുഷേയം തവ കല്യാണ. സ്നുഷ എന്ന് പറഞ്ഞ മരുമകൾ. അങ്ങയുടെ മരുമകളല്ലേ, അങ്ങയുടെ മകൻ വലുതായ വിവാഹം കഴിച്ചൂടെ എന്ന് വരെ പറഞ്ഞു നോക്കിയിട്ടും ദുഷ്ടൻ കേട്ടില്ല. ഹസ്താദാചിച്ഛിതേ ഖല. ആ ദുഷ്ടൻ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങി. ആന താമരത്തടാകത്തിൽ നിന്ന് താമര പിടിച്ചു വലിക്കുന്നത് പോലെ ആ കുട്ടിയെ ആ ദേവകിയിൽ നിന്ന് അങ്ങോട്ട് പിടിച്ചു വാങ്ങി. കാല് പിടിച്ച്
അടിച്ചു കൊല്ലാനായിട്ട് പുറപ്പെട്ടു. ദേവി കയ്യിൽ നിന്ന് കൊതറി മുകളിലേക്ക് അങ്ങോട്ട് വന്നു. പട്ടുടുത്തും കൊണ്ട് 8 തൃക്കൈകളോട് കൂടി സായുധാഷ്ടമഹാഭുജ. ആ ഭഗവതിയെ ആര് കണ്ടു? കംസൻ കണ്ടു. ഭഗവതി കംസനോട് പറയാണ്, അരേ ദുരാചാര നൃശംസ കംസ പരാക്രമം സ്ത്രീകളോടല്ല വേണ്ടു. എടാ ദുഷ്ടാ കംസ. കംസനെ എടാന്നൊന്നും അച്ഛൻ പോലും വിളിച്ചിട്ടില്ല. അപ്പോഴാണ് ഒരു പെണ്ണൊരുത്തി തന്നെ നോക്കിയിട്ട്, എടാ കംസ, നിന്റെ അന്തകൻ ഇവിടെ ജനിച്ചിട്ടുണ്ട്. എനിക്ക് വേണമെങ്കിൽ ഇപ്പം നിന്നെ കൊല്ലാൻ സാധിക്കും. ഞാനത് ചെയ്യുന്നില്ല. എന്താ കാരണം വെച്ചാൽ എൻ്റെ കാല് നീ പിടിച്ചു. കൊല്ലാനാണ് എനിക്കറിയായൊന്നുമില്ല. പക്ഷെ എന്നാലും എൻ്റെ ഒരു പ്രതിജ്ഞ എന്താ വെച്ചാൽ കാല് പിടിച്ചവരെ പിന്നെ കൊല്ലില്ല. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. പക്ഷെ അതിനായിട്ട് ഒരാൾ പുറപ്പെട്ടിട്ടുണ്ട്. നീ അയാളുടെ പണി ഞാൻ ഇല്ലാണ്ടിയാക്കണമില്ല. അധികം വൈകാണ്ട നീ മരിക്കും എന്നും പറഞ്ഞ ആര് പോയി? ദേവി പോയി. ഇതാണ് ഒരു സ്ലോ പോയിസൺ. മരിച്ചത്രയേ ഉള്ളൂ എന്ന് വിചാരിക്കും. ഇപ്പം അധികം വൈകാണ്ട് മരിക്കും എന്നങ്ങോട്ട് അറിഞ്ഞാലുള്ള ദുഃഖം. അതോടുകൂടി കംസനാകെ പരിഭ്രമായി. അന്ന് തന്നെ മന്ത്രിമാരെയൊക്കെ വിളിച്ചു കൂട്ടി. പ്രലംബകചാണൂരതൃണാവർത്ത മഹാശനൈഹി മുഷ്ടികാരിഷ്ടദ്വിധ പൂതന കേശി ധേനുകൈ. എല്ലാവരെയും വിളിച്ചു. എൻ്റെ അന്തകൻ ഇവിടെ എവിടെയുണ്ട്, ഇല്ലാണ്ടിയാക്കണം, എന്താ വഴി എന്നൊക്കെ അന്വേഷിച്ചു. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഈടെ പ്രസവിച്ച കുട്ടികളെ മുഴുവനും കണ്ട് കൊല്ലുക. അപ്പോൾ ആ കൂട്ടത്തിലാരും പെടും. നല്ല ബുദ്ധിയാണ്. അപ്പം അന്തകനും പെടുമല്ലോ. അവർക്ക് എന്ത് കണ്ണിൽ ചോരുണ്ടോ? ഹൃദയമില്ലാത്തവരല്ലേ അവർ. അങ്ങനെ ഇങ്ങോട്ട് തീരുമാനിച്ചു. ആര് പോകണം? പൂതന പറഞ്ഞു, ഞാൻ പോവാം. കാരണം എന്താ വെച്ചാൽ പൂതനയ്ക്ക് പിന്നെ എളുപ്പമുണ്ട്. സ്ത്രീ ആയതുകൊണ്ട് പ്രസവിച്ച ദിക്കിലേക്കൊക്കെ എളുപ്പം കയറി ചെല്ലാൻ സാധിക്കും. ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞ പൂതനയാണ് പുറപ്പെട്ട് പോകുന്നത് ആദ്യം. ഇതാണ് മധുരയിൽ കഥ. നമുക്ക് അവിടെ നിൽക്കട്ടെ. നമുക്ക് ഗോകുലത്തിൽ എന്താ കഥ നോക്കുക. രാവിലെയായി. നന്ദസ്തു ആത്മജ ഉത്പന്നേ ജാതാഹ്ലാദോ മഹാമനാഹ. നന്ദർക്ക് 50 വയസ്സാണ്. ഇപ്പോഴാണ് ഒരു ഉണ്ണി ഉണ്ടായത്. അതും കൃഷ്ണൻ എന്ന് ആലോചിച്ചു നോക്കി എത്ര കണ്ട് സന്തോഷം ഉണ്ടാവും. നന്ദസ്തു ആത്മജ ഉത്പന്നേ. ആ ഉണ്ണിയുടെ കരച്ചിൽ കേട്ട് എല്ലാവരും ഉറക്കെ നന്ദഗോപുരക്ക് ഉണ്ണിണ്ടായി എന്ന് അവിടെയുള്ള ഗോപന്മാർ വിളിച്ചു പറയാണ്. അവർ കേമായിട്ട് നന്ദഗൃഹം അലങ്കരിച്ചു. വാഴക്കൊലയൊക്കെ കെട്ടിത്തൂക്കി, കുരുത്തോലയൊക്കെ ചാർത്തി, വർണ്ണ കടലാസുകളൊക്കെ വിരിച്ച് എടുത്തു വെച്ച്, ബലൂണൊക്കെ കെട്ടിത്തൂക്കി അവരങ്ങനെ നന്ദഗൃഹം അലങ്കരിച്ചിട്ടുണ്ട്. ആഹൂയ വിപ്രാൻ വേദജ്ഞാൻ. ബ്രാഹ്മണരെ വിളിച്ചു, മഹാത്മാക്കളെയൊക്കെ വിളിച്ചിട്ട് സ്നാത ശുചിരലങ്കൃത ജാതകം ഒക്കെ ചെയ്തു. അവർക്ക് ദാനം ചെയ്തു. പശുക്കളെയൊക്കെ നന്ദഗോപര് ദാനം ചെയ്യാണ്. സൽക്കർമ്മം ചെയ്യുക വേണ്ടത്. ദുഃഖം ഉണ്ടാകുമ്പോഴും സന്തോഷം ഉണ്ടാകുമ്പോഴും എന്താ വേണ്ടത്? ദാനം ചെയ്യുക, ദാനധർമാദികൾ ചെയ്യുക. മനസ്സിനോട് പറയാണ്, അല്ലാണ്ട് ആനന്ദിക്കേണ്ടട്ടോ എന്ന് പറയണത് സൽക്കർമ്മം ചെയ്യുമ്പോൾ. ദുഃഖം ഉണ്ടാകുമ്പോഴും അങ്ങനെ തന്നെ, വല്ലാതെ ദുഃഖിക്കേണ്ടട്ടോ, മനസ്സെ അടങ്ങൂ എന്ന് പറയുകയാണ്. കാരണം ഇതും ഇല്ലാണ്ടിയാവാം. ഈ സുഖം കുറച്ച് കഴിഞ്ഞ് മാറിയെന്ന് വരാം, ഈ ദുഃഖം കുറച്ച് കഴിഞ്ഞ് മാറിയെന്ന് വരാം. രണ്ടും ദുഃഖവും സുഖമൊക്കെ മാറി മാറി വരും. നമ്മൾ അതിൽ വല്ലാണ്ട് എന്ത് ചെയ്യേണ്ട? സുഖമാണെങ്കിൽ ദുഃഖമാണെങ്കിൽ അതങ്ങോട്ട് വല്ലാണ്ട് അങ്ങോട്ട് മുഴുകാണ്ടിരിക്കുക നല്ലത്. അതാണ് ഇവിടെ ദാനധർമാദികൾ ചെയ്യുന്നു. ധേനൂനാം യുതേ പ്രാതാദ് വിപ്രേഭ്യ സമലങ്കൃതേ. ബ്രാഹ്മണരെയൊക്കെ വിളിച്ച് അവർക്ക് പശുദാനം ചെയ്യണം. ഗോപസ്ത്രീകൾ ഈ ഉണ്ണിയെ കാണാനായിട്ട് തങ്ങളുടെ ഗൃഹത്തിലേക്ക് ഓടി വസ്ത്രം ഉടുത്തു വരികയാണ്. അവരിപ്പം എവിടെ ഇരിക്കുന്നത്? കൃഷ്ണൻ്റെ അടുത്താണ്. നമ്മൾ കണ്ടാൽ പോരെ? പല്ലേക്കാണ്ട് കുളിക്കാണ്ട് കൃഷ്ണനെ കാണി. ഒന്ന് പോയി വീട്ടിൽ പോയിട്ട് ഒരുങ്ങി വരണം എന്ന് കരുതി അവരൊക്കെ വീടുകളിലേക്ക് ഓടി. അവർ പണ്ട് വാങ്ങി വെച്ച പട്ടുസാരി എടുത്ത് കൊടുത്തു. ആദ്യം വാങ്ങി വെച്ചിട്ടുണ്ട്. യശോദ ഗർഭം ധരിച്ചപ്പോൾ തന്നെ അവർ ഒരു പട്ടുസാരി വാങ്ങി അളമാരിൽ വെച്ച് പൂട്ടിയിട്ടുണ്ട്. ഗോപന്മാർ ചോദിക്കും, ഇത് ഉടുക്കണമെന്നും കാണില്ലല്ലോ, എന്തിനപ്പോൾ ഇത് വാങ്ങി വെച്ചത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അവർ പറയും, യശോദയ്ക്ക് ഉണ്ണി ഉണ്ടാകുമ്പം അവർ തീരുമാനിച്ചു ഉണ്ണിയാന്നൊക്കെ അവർ തീരുമാനിച്ചതൊക്കെ. ആ ഉണ്ണി ഉണ്ടാകുമ്പോൾ കാണാൻ പോകുമ്പം ഉടുക്കണ്ടേ, അതിനു വേണ്ടി വാങ്ങി വെച്ചതാണെന്ന് പറഞ്ഞ പട്ടുസാരി ഉടുക്കാൻ അവർ ഓടിച്ചെന്നു. കുളി കഴിഞ്ഞ് പട്ടുസാരി ഉടുത്ത് മുട്ടുവരെ വളകൾ പൊട്ടു കുത്തി ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് അവർ ഓടി വരികയാണ്. ഗോപ്യസ്വമൃഷ്ടമണികുണ്ടല നിഷ്കകണ്ഠ്യശ്ചിത്രാംബരാഹ പതിശിഖാച്യുതമാല്യവർഷാ നന്ദാലയം സവലയാ വ്രജതീർവിരേജുഹു വ്യാലോലകുണ്ടലപയോധരഹാരശോഭാ. അവരെ ഉടുത്തൊരുങ്ങി ഭഗവാനെ കാണാനായിട്ട് വരുന്നു. ഭഗവാനെ കണ്ട് തിരിച്ചു പോകുന്നവർ ഗോപികമാരെ കാണുമ്പോൾ അവർ തമ്മിലുള്ള സംഭാഷണം. ഭഗവാനെ കാണാൻ പോവുകയാണ്. എന്നാൽ അവർ ചോദിക്കുകയാണ് കണ്ടുവരുന്നവരോട്, എങ്ങനെയാണ് ഭഗവാനെ കാണാൻ? കൃഷ്ണനെ കാണാൻ എങ്ങനെയാണ്? കറുത്തിട്ട, വെളുത്തിട്ട, മുടിയുണ്ടോ, എങ്ങനെയാ നോട്ടം, കണ്ണെങ്ങനെയാ? കാണാൻ പോവുകയാണ്. കാണാൻ പോവുക എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും അതിൻ്റെ മുമ്പേ അറിയാനൊരു മോഹം. അവർ പുറപ്പെട്ട് ചെല്ലണു. അവിടെ ഒരു മുത്തശ്ശി ഈ ഉണ്ണിയെ ലാളിച്ചുകൊണ്ടിരിക്കണു. ദൂരത്ത് നിൽക്കുന്ന ഗോപികമാർ ആ ഉണ്ണിയെ ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുവരും, ഞങ്ങളൊന്ന് കാണട്ടെ പറയുമ്പോൾ ആ അമ്മയ്ക്ക് കുറച്ചൊരു കുശുമ്പുള്ള മുത്തശ്ശിയാണ്. മുത്തശ്ശി പറഞ്ഞു, 10 ദിവസം കഴിഞ്ഞിട്ടൊക്കെ പുറത്തേക്കൊക്കെ ഉണ്ണിയെ കൊണ്ടുവരുള്ളൂ, പുണ്യാഹം കഴിയണം. രണ്ടപ്പം കണ്ട് നിങ്ങൾ പറയുമ്പോൾ പുറത്തേക്കൊന്നും ഉണ്ടായ ഉടനെ കുട്ടിയെ കൊണ്ടുവരൊന്നുമില്ല. അവർ പറഞ്ഞു, അങ്ങനെ പറയണതേ, കാണാനായിട്ട് ഒരുങ്ങി വന്നവരാ ഞങ്ങൾ. അഹോ ശിരസിധാരയേ. ആ ഉണ്ണിയെ തന്നാൽ ഞങ്ങൾ ശിരസിൽ വയ്ക്കാം. മുത്തശ്ശി ചോദിച്ചു, എന്താ പുഷ്പ ശിരസിൽ വയ്ക്കാം? അതൊന്നും വേണ്ട.
ആ ഉണ്ണിയെ ഒന്ന് കണ്ടാൽ ഞങ്ങൾ അവൻ്റെ കൈയെടുത്ത് കണ്ണിൽ വെക്കും, ഒന്ന് തരൂ, ഞങ്ങൾ തൊട്ട് നോക്കട്ടെ, എടുത്തു നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ സമയത്ത് പാവം തോന്നി ആ മുത്തശ്ശി ആ ഉണ്ണിയെ കൊണ്ട് പുറത്തേക്ക് വന്നു. ഗോപികമാരൊക്കെ ചുറ്റും നിൽക്കുന്നു. ഒരു ഗോപിക പറഞ്ഞു, എന്നെ നോക്കുന്നുണ്ട് കൃഷ്ണൻ്റെ. വേറൊരു ഗോപിക പറഞ്ഞു, ഞാൻ തൊടണം എന്ന് തോന്നുന്നുണ്ട്. വേറൊരു ഗോപിക കൃഷ്ണൻ്റെ കയ്യിൽ വിരൽ വെച്ചിട്ട് എന്നെ പിടിച്ചു കൃഷ്ണൻ. കൃഷ്ണൻ നമ്മളിപ്പോൾ വിളിക്കണമെന്നുള്ള പേരൊന്നും ഇട്ടിട്ടില്ല. അപ്പോഴേക്കൊരു ഗോപസ്ത്രീ വാരി ഇങ്ങോട്ട് എടുത്തു. അതോടുകൂടി മറ്റു ഗോപസ്ത്രീകൾക്കൊക്കെ എടുക്കണം എന്നായി. അവരൊക്കെ വാരി എടുക്കുന്നു, ഉമ്മ വയ്ക്കുന്നു, അടുത്ത ഗോപസ്ത്രീ കൊടുക്കുന്നു, അവളെ മുഖത്തോട് ചേർത്ത് ഉമ്മ വെച്ച് അടുത്ത ഗോപസ്ത്രീ കൊടുക്കുന്നു. ഇതിപ്പോൾ കാണുമ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, വിരിഞ്ഞ പുഷ്പങ്ങളിൽ അങ്ങുമിങ്ങും വിരന്നു മണ്ടുന്നൊരു വണ്ടുപോലെ, ഗോപസ്ത്രീകളാകുന്ന താമരക്കാട്ടിലൂടെ കൃഷ്ണനാകുന്ന കരിവണ്ട് അങ്ങനെ സഞ്ചരിക്കും പോലെ. ഗോപസ്ത്രീകളുടെ കൈ ചെന്താമര പോലെയാണ്, അവരുടെ മുഖവും ചൊക്കച്ചൊക്കാന്നാണ് ചെന്താമര പോലെ. കരകമലത്തുനിന്ന് മുഖകമലത്തിലേക്കൊരു കരിവണ്ട് അങ്ങനെ സഞ്ചരിക്കുക. അവരുടെ കൈ താമര, മുഖവും താമര, കൃഷ്ണൻ കറുത്തും കൊണ്ട് കരിവണ്ട് ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. താശിഷപ്രയുഞ്ജാന, ഈ ഉണ്ണിക്കെല്ലാ നന്മകളും ഉണ്ടാവട്ടെ, ചിരം ജീവി ഭവ, അത് പറയാനാണ് ഉദ്ദേശിച്ചത്. പക്ഷെ പറയുമ്പം വാക്ക് മാറി. ചിരം പാഹീതി, എന്താണ് ഞങ്ങളെല്ലാ കാലത്തും രക്ഷിക്കണേ, അതാ പറയേണ്ടത്. അല്ലാണ്ട് ഭഗവാനോട് അങ്ങ് നേരെ വരുന്നു പറയേണ്ട കാര്യമുണ്ടോ? ഞങ്ങളെ നേരെയാക്കണമെന്നല്ലേ പ്രാർത്ഥിക്കേണ്ടത്. നന്ദഗോപുരം ഇങ്ങനെ ആലോചിച്ചു, തനിക്ക് ഈ ഐശ്വര്യമൊക്കെ ഉണ്ടാവാൻ കാരണം ഇപ്പം എന്താ ചോദിച്ചാൽ, അദ്ദേഹത്തിന് സങ്കല്പം എന്താ വെച്ചാൽ രോഹിണി അങ്ങോട്ട് കയറി വന്നതോടുകൂടി തൻ്റെ ദുഃഖങ്ങളൊക്കെ തീരുകയാണ്. ഐശ്വര്യം അങ്ങോട്ടുണ്ടായി, അപ്പോൾ ഉണ്ണി ഉണ്ടായി, ഇതൊക്കെ അവളുടെ മഹത്വം എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു പട്ടുസാരി വാങ്ങി രോഹിണീ ച മഹാഭാഗ, രോഹിണിക്ക് സമ്മാനിക്കുകയാണ്. അപ്പം അദ്ദേഹം ആലോചിച്ചു, കരം കൊടുക്കേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്. ആർക്ക്? കംസനെ. കൊടുക്കാനൊക്കെ വൈകി ഇങ്ങനെ ഇരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ എന്തിനപ്പോൾ കൊടുക്കണു, മക്കളൊന്നുമില്ലല്ലോ, എന്തിനപ്പോൾ സമ്പാദ്യം എന്ന് പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, തനിക്കൊരു അവകാശമൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് കരം കൊടുക്കണം എന്ന് കരുതി കംസനെ കാണാനായിട്ട് നന്ദഗോപർ പുറപ്പെട്ടു. കംസനെ കണ്ടു, കരം കൊടുത്ത് അന്ന് അവിടെ നിന്ന് പിറ്റേ ദിവസമാണ് പോണത്. ആ സമയത്ത് ഈ വാർത്ത അറിഞ്ഞ വാസുദേവർ ആരെ കാണാൻ പുറപ്പെട്ടു? നന്ദഗോപരെ കാണാൻ പുറപ്പെടുകയാണ്. വാസുദേവരുടെ ബന്ധുവാണ് നന്ദഗോപർ, സുഹൃത്താണ്, അമ്മാവൻ്റെ മകനാണ്, അങ്ങനെയൊക്കെ ബന്ധമൊക്കെ ഉണ്ട്. കാണാനായിട്ട് ചെന്നു, വാർത്തകളൊക്കെ ചോദിച്ചു. എന്താ ഇപ്പോൾ അവിടുത്തെ കഥ? ഇത്രയൊക്കെ പ്രായമായി, ഇനി മക്കളൊന്നും ഉണ്ടാവില്ല വെച്ചിരിക്കില്ലായിരുന്നു, അങ്ങ് ഒരു ഉണ്ണി ഉണ്ടായില്ലേ? ആരുടെ ഉണ്ണി? ഇയാളാണ് തലേന്ന് രാത്രി കൊണ്ട് കിടത്തിയത്, എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ ചോദിക്കുക. ഇപ്പം സന്തോഷമായില്ലേ അങ്ങേക്ക്? രോഹിണീപുത്രൻ, എൻ്റെ മകൻ എന്ത് പറയണു? ആര്? ബലരാമൻ. രണ്ടും തന്നെ മക്കൾ തന്നെയാണ്, എന്നാലും അങ്ങനെ ചോദിക്കുകയാണ്. സന്തോഷമായിട്ടിരിക്കണു, സുഖമായിട്ടിരിക്കണു. അങ്ങയുടെ കാര്യം ഞാൻ കേട്ടിട്ടു, 6 ഉണ്ണികളുണ്ടായി, അവരൊക്കെ കൊല്ലല്ലേ ഉണ്ടായത് ദുഷ്ടൻ കംസൻ. പിന്നെ ഒരു പെൺകുട്ടി ഉണ്ടായി, അത് ആകാശത്തേക്ക് പോയി എന്നൊക്കെ ഞാൻ വാർത്ത കേട്ടിട്ടുണ്ട്. അതാരുടെയാ? ഇയാളുടെയാണത്. ഇങ്ങനെയൊക്കെ പലതും പറയുന്നു. വസുദേവർ പറഞ്ഞു, മതി, ഇനി അധികം നേരം ഇവിടെ നിൽക്കണ്ട നന്ദരെ, ചെല്ലു. പല ദുർനിമിത്തങ്ങളും ഞാൻ കാണുന്നുണ്ട്, കുട്ടികൾക്ക് വല്ല ആപത്തും ഉണ്ടാവുമെന്ന് എനിക്കിങ്ങനെ ഉള്ളിൽ തോന്നുന്നു. അതങ്ങോട്ട് കേട്ടതും നന്ദഗോപുര വേഗം എഴുന്നേറ്റ് തൻ്റെ ഗൃഹത്തിലേക്ക് ചെല്ലുകയാണ്. കാരണം വെറുതെ ഒന്നും വസുദേവർ പറയില്ല, ഹോരാശാസ്ത്രമൊക്കെ പഠിച്ച ആളാണ് അദ്ദേഹം, വെറുതെ പറയില്ല. ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇന്നത് പറയാൻ സാധിക്കും. കുട്ടികൾക്ക് ആപത്ത് വല്ലതും ഉണ്ടാവുമോ എന്നൊക്കെ ശങ്കിച്ച് ഓടി ചെല്ലുകയാണ്. അങ്ങനെ ഓടി ഗോകുലത്തിലെത്തുമ്പോഴേക്കും ആരെത്തിയിട്ടുണ്ട്? അപകടം അവിടെ എത്തിയിട്ടുണ്ട്. ആരാത്? പൂതന ബാലഖാദിനി. പൂതന ആരാണ്? ബാലഖാദിനി, ചൈൽഡ് സ്പെഷ്യലിസ്റ്റ്. കുട്ടളെ കൊല്ലുന്നവളാ. അവൾക്ക് കുട്ടളെ കൊല്ലാൻ വലിയ ഉത്സാഹമാണ്. അവൾ ആകാശത്തിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. കണ്ടാൽ പേടിയാവും, അവളുടെ രൂപം കണ്ടാൽ ശരിക്കും കണ്ടാൽ പേടിയാവും. അവളങ്ങനെ ആകാശത്തിലൂടെ അങ്ങനെ സഞ്ചരിച്ചു. ഒരു വീട്ടിൽ ഒരു ഉണ്ണി ഉണ്ടായത് ഇത്രയൊക്കെ വലിയൊരു ഉത്സവം പോലെ കൊണ്ടാടണമെങ്കിൽ അത് ചില്ലറക്കാരനല്ല, അയാൾ ആദ്യം കൊല്ലാം എന്ന് കണക്കാക്കി ഈ വേഷത്തോടു കൂടി അങ്ങോട്ട് പുറപ്പെട്ടു പോയാൽ ബുദ്ധിമുട്ടാണ്. വേഷം ഒന്ന് മാറ്റാം. അങ്ങനെ അവളൊരു സുന്ദരിയുടെ വേഷം കെട്ടിയിരുന്നു. അടുത്തൊരു ബ്യൂട്ടി പാർലറിൽ പോയി അങ്ങോട്ട് സുന്ദരിയായിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഇപ്പം തിരിച്ചാ, ഇപ്പം സുന്ദരി ബ്യൂട്ടി പാർലറിൽ പോയിട്ട് പൂതനയായിട്ട് പുറത്തേക്ക് ഇറങ്ങി. ചെറിയ വ്യത്യാസമേ ഉള്ളൂ. താം കേശബന്ധവ്യതിശക്ത മല്ലികാം ബൃഹന്നിതംബസ്തനകൃച്ഛ്രമധ്യമാം. നല്ല പട്ടുസാരി എടുത്ത് മുല്ലപ്പൂവൊക്കെ ചാർത്തി പൊട്ടുകുത്തി അങ്ങനെ അവൾ മെല്ലെ നടന്നങ്ങനെ വരികയാണ്. ആരുടെ അടുത്തേക്ക്? ഭഗവാന്റെ അടുത്തേക്ക് വരികയാണ്. ഭഗവാന്റെ അടുത്തേക്ക് ഈ പൂതന ഉടുത്തൊരുങ്ങി വരുന്ന സമയത്ത് ചുറ്റുമുള്ള ഗോപികമാർ പെട്ടെന്ന് ഈ പൂതനയെ കണ്ടപ്പോൾ അവരെന്ത് കണക്കാക്കി? അവർ കണക്കാക്കിയത് എന്താ? ഗോപ്യശ്രിയം ദ്രഷ്ടുമിവാഗതാം പതിം. ഗോപസ്ത്രം എന്ത് കണക്കാക്കി വെച്ചാൽ ലക്ഷ്മി ദേവി വിഷ്ണു ഭഗവാനെ കാണാനായിട്ട് വരികയാണോ വിചാരിച്ചു. എന്താണ്? പൂതനയെ ഉപമിച്ചത് ലക്ഷ്മിയായിട്ടാണ്. അവിടെ ശ്രീശിവര് ചോദിക്കുക, അതിനെന്താ കുഴപ്പം? എന്താ ഇപ്പോൾ ലക്ഷ്മിയായിട്ട് ഉപമിച്ചാൽ എന്ത് വിഷമമുണ്ടോ, വിരോധമുണ്ടോ? ഇനി ഈ പൂതനയ്ക്ക് ഭഗവാൻ മുക്തിയാണ് കൊടുക്കണത്.
അമ്മയ്ക്ക് കൊടുക്കേണ്ട ഗതിയാണ് ആർക്ക് കൊടുക്കുന്നത്? പൂതനയ്ക്ക് കൊടുക്കുന്നത്. പിന്നെന്താ പ്രശ്നം? അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. കാരണം ഗോപസ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് നല്ലത് കാണാനേ അറിയുള്ളൂ എന്നാണ് അവരുടെ പ്രകൃതം. അവരേത് സ്ത്രീയെ കണ്ടാലും അവർക്ക് ലക്ഷ്മി എന്നാണ്, പുരുഷന്മാരെ കണ്ടാൽ വിഷ്ണു. അതല്ലാതെ മോശം വിചാരം ചിന്തയൊന്നും അവർക്കില്ല. അവർക്ക് അങ്ങനെയൊന്നും ചിന്തിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഈ പൂതനയെ കണ്ടപ്പോൾ പോലും അവരെന്ത് വിചാരിച്ചു? ഗോപ്യശ്രിയം ദ്രഷ്ടുമിവാഗതാം പതിം, ആ ലക്ഷ്മി ദേവി വരികയാണോ വിചാരിച്ചു. ഓടിച്ചെന്നു പൂതന. അവിടെ കിടക്കണ ഭഗവാനെ അങ്ങോട്ട് നോക്കി. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. രണ്ടുപേരും ഇപ്പം വേഷം മാറി വന്നവരാ. ഇത് രണ്ടുപേരും പൂതന ശരിക്കുള്ള വേഷം മാറ്റി സുന്ദരിയായിട്ട് വരികയാണ്. ഭഗവാനും തൻ്റെ ബ്രഹ്മം ആ ഭാവം അങ്ങോട്ട് മാറ്റി വെച്ച ഒരു പിഞ്ചു ബാലൻ്റെ വേഷത്തിൽ വന്നതാണ്. രണ്ടുപേരും കള്ളന്മാരാണ്. പിന്നെ ആരാ ആദ്യം കളവ്, കൂടുതൽ കളവാർക്കുള്ളത് നോക്കുക വേണ്ടു. അങ്ങനെ ഭഗവാനാവട്ടെ പൂതനയെ അങ്ങോട്ട് കണ്ടതും കണ്ണടച്ചു. ആ കണ്ണടച്ചതിന് അനവധി വ്യാഖ്യാനാണ്. ചരാചരാത്മാ സനിമീലിതേക്ഷണ. എന്താ കണ്ണടയ്ക്കാൻ കാരണം? പൂതനെ നിന്നെ എനിക്ക് കാണണ്ട. നീ ഇപ്പം വരുന്നത് എന്തിനാ? എന്നെ കൊല്ലാനല്ലേ? എനിക്ക് കാണണ്ട. ഭക്തിയോടുകൂടി വരില്ലല്ലോ, എന്നെ ആശ്രയിക്കാൻ വേണ്ടി വരില്ലല്ലോ എന്നുള്ള മട്ടിലാണോ? ആവാം. ചരാചരാത്മാ സനിമീലിതേക്ഷണ. അത് മാത്രമല്ല, ആശ്രയിക്കുന്നവർക്ക് മാത്രമേ മുക്തി കൊടുക്കാറുള്ളൂ. പക്ഷേ ഈ അവതാരത്തിൽ അടുത്ത് വന്നവർക്കൊക്കെ മുക്തി കൊടുക്കാൻ പോവുകയാണ്. എങ്ങനെ മുക്തി കൊടുക്കണം? ആദ്യത്തെ ലീലയാണല്ലോ. ആലോചിക്കാൻ വേണ്ടി കണ്ണടച്ചു. ചരാചരാത്മാ സമീലിതേക്ഷണ. ഒന്ന് സ്കാൻ ചെയ്യാൻ വേണ്ടി കണ്ണടച്ചു. ഇവൾ ഈ ജന്മത്തിൽ പുണ്യം ചെയ്തിട്ടില്ല. ഇനി പൂർവ്വജന്മങ്ങളിലെങ്ങാനും വല്ല പുണ്യം ഇവൾ ചെയ്തിട്ടുണ്ടോ നോക്കിയിട്ട് എന്ത് ചെയ്യുക? പാസ്സാക്കി വിടാം, പണ്ടത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്. അതിനു വേണ്ടി ചരാചരാത്മാ സനിമീലിതേക്ഷണ. അത് മാത്രമല്ല, കഴിഞ്ഞ അവതാരത്തിൽ രാമായണം, ആ രാമാവതാരത്തിൽ ആദ്യം സ്ത്രീവധം ചെയ്തു എന്ന് പറഞ്ഞ് ചിത്തപ്പേര് കുറേ ഉണ്ടായിട്ട്. താടകയെ കൊന്നു രാമൻ. ഇതിപ്പോൾ കൃഷ്ണാവതാരം ആദ്യം തന്നെ, ഇപ്പം രണ്ടാമതല്ല, ആദ്യം തന്നെ ഈ പൂതനയെ സ്ത്രീയെ വധിക്കേണ്ടി വരുന്നല്ലോ എന്നോർത്ത് ഭഗവാൻ ചരാചരാത്മാ സനിമീലിതേക്ഷണ കണ്ണടച്ചു. തൊട്ടടുത്ത് രാമേട്ടനുണ്ട്, രോഹിണീപുത്രൻ രാമേട്ടൻ, തൻ്റെ ഏട്ടനാണ്. പൂതന വന്നപ്പോൾ രാമേട്ടൻ ചോദിക്കുകയാണ്, കൃഷ്ണ ഞാൻ ഇടപെടണോ? കാരണവരല്ലേ. അപ്പം കൃഷ്ണൻ എന്ത് പറഞ്ഞു? കണ്ണടച്ചു പറഞ്ഞാൽ ഇപ്പം മിണ്ടാനൊന്നും ആയില്ലല്ലോ, ചെറിയ കുട്ടിയല്ലേ. ചില കുട്ടികളൊക്കെ അങ്ങനെയാണ്. ഇപ്പോൾ അധികം മിണ്ടണ കുട്ടികൾ കുറവാണ്. എന്തെങ്കിലും ചോദിച്ചാൽ അവർ ആംഗ്യം കാണിക്കുകയുള്ളൂ. മിണ്ടാൻ നല്ല മടിയാണ്. ദോശ വേണോ? അങ്ങനെ ആക്കുകയുള്ളൂ, വേണ്ടാന്നർത്ഥം. ചേട്ടൻ ഇങ്ങനെയാക്കും എന്ത് ചോദിച്ചാലും. പേരെന്താ? പറയില്ല, ഒക്കെ ആംഗ്യം കാണിക്കുക. ഇതുപോലെ ഭഗവാൻ ഇടപെടണോ ചോദിച്ചപ്പം വേണ്ടാന്ന് കാണിച്ചതാണ് കണ്ണടച്ചിട്ട്. വേണ്ടേട്ടാ, ഇതെനിക്കുള്ളതേ ഉള്ളൂ. പൂതനയല്ലേ നിസ്സാരം. ഇനി വലിയ പ്രളംബനമൊക്കെ വരുമ്പോൾ ഏട്ടൻ ഇടപെട്ടാൽ മതി. ഇത് ചെറുത്, ഏട്ടൻ ഇടപെടണമെന്നില്ല എന്ന് കാണിക്കാൻ കണ്ണടച്ചു. അത് മാത്രമല്ല, പൂതന വരുന്നത് എന്താ കൊണ്ടുവരുന്നത് നോക്കിയതാണ് ഭഗവാൻ. അപ്പോൾ മനസ്സിലായി വിഷം കൊണ്ടുവരുന്നത്. അത് മാത്രമല്ല, കണ്ണടയ്ക്കാൻ കാരണം എന്താ? ഇവിടെ വിഷം കൊണ്ടുവരികയാണ്. കാരണം വിഷം കഴിച്ച് പരിചയം ഗുരുവായൂരപ്പനില്ല. കൽക്കണ്ട, മുന്തിരി, കദളിപ്പഴം, വെണ്ണ, പാല്, പഞ്ചസാര, പായസം ഇതൊക്കെ കഴിച്ചാലേ പരിചയമുള്ളൂ. പക്ഷേ വിഷം കഴിച്ച് പരിചയമുള്ള ആളെ പരിചയമുണ്ട്. ആരാത്? മമ്മിയൂരപ്പൻ ഇത് കുറേ കഴിച്ച് പരിചയമുള്ള ആളാണ്. അപ്പം മമ്മിയൂരപ്പനെ വിളിക്കാനായിട്ട് പണ്ട് ഫോണില്ലല്ലോ, അപ്പോൾ കണ്ണടച്ച് ചോദിക്കുക ചെയ്യുക. അപ്പം ഗുരുവായൂരപ്പൻ കണ്ണടച്ചു. മമ്മിയൂരപ്പ ഹലോ കേൾക്കണുണ്ടോ? മമ്മിയൂരപ്പൻ കേൾക്കുന്നുണ്ട്. ഗുരുവായൂരപ്പനല്ലേ? അതെ. എന്തിപ്പം വിളിച്ചു? അല്ല ഒന്നുമില്ല, അന്നങ്ങ പാലാഴി മഥനം കഴിഞ്ഞിട്ട് ആ വിഷം കഴിച്ചിട്ട് പിന്നെ ഏത് ഹോസ്പിറ്റലിലേ പോയി, ഏത് ഡോക്ടറെ കാണിച്ചു, എന്ത് ഗുളികയാണ് കഴിച്ചതെന്നൊക്കെ അന്വേഷിക്കാൻ വേണ്ടി ചരാചരാത്മാസ നിമീലിതേക്ഷണ ഭഗവാൻ കണ്ണടച്ചു. ശിവനെ സ്മരിക്കാൻ. അത്രയാണ്. വിഷം കഴിക്കാൻ പോകുമല്ലേ, ഒന്ന് ശിവനെ ഒന്ന് സ്മരിക്കാം എന്ന് കരുതി കണ്ണടച്ചു. ശിവനോ വിഷം കഴിക്കാൻ പുറപ്പെട്ടപ്പോൾ ആരെ സ്മരിച്ചു? കൃഷ്ണനെ ഒന്ന് സ്മരിച്ചു. അത്രേ. അങ്ങനെയാണ് കഴുത്ത് കൃഷ്ണൻ്റെ നിറായി മാറി. കൃഷ്ണനെ സ്മരിച്ചു എന്ന് കാണിക്കാനാണ്. ശിവസ്യ ഹൃദയം വിഷ്ണു, വിഷ്ണോഹോ ഹൃദയം ശിവ. ശിവൻ്റെ ഹൃദയമാണ് വിഷ്ണു, വിഷ്ണുവിൻ്റെ ഹൃദയമാണ് ശിവൻ. നമ്മൾ വിചാരിക്കുന്നത് ഇവർ തമ്മിൽ ആലോചിക്കേണ്ടത് നോക്കിയാണ്. നമ്മൾ നമ്മുടെ കുനിഷ്ടും കുശുമ്പൊക്കെ ഈശ്വരന്മാരിൽ ആരോപിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ കണ്ണടയ്ക്കാൻ കാരണം എന്താ ചോദിച്ചാൽ, പൂതനെ നീ എത്ര വേഷം കെട്ടിയിട്ടും കാര്യമില്ല. എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ ഈ കണ്ണിൻ്റെ ആവശ്യമില്ല. ഈ കണ്ണുകൊണ്ടല്ല നിൻ്റെ ദേഹവും വേഷമൊക്കെ കാണുന്നത്. എനിക്ക് കാണാൻ ഈ കണ്ണിൻ്റെ ആവശ്യമില്ല. നാട്ടുകാരെയൊക്കെ നിനക്ക് പറ്റിക്കാൻ പറ്റിയേക്കാം വേഷം മാറി വന്നിട്ടൊക്കെ. പക്ഷെ എനിക്കറിയാൻ സാധിക്കും നീ ആര്, എങ്ങനെയുള്ളവളാന്നൊക്കെ എനിക്കറിയാൻ കണ്ണിൻ്റെ ആവശ്യമില്ല. ചരാചരാത്മാ. ആരാ ഞാൻ? ചരാചരാത്മാവാണ്. നിൻ്റെ ഉള്ളിൽ ഞാനുണ്ട്. അങ്ങനെയുള്ള എനിക്ക് മനസ്സിലാക്കാൻ പ്രയാസമുണ്ടോ? നിൻ്റെ ഉള്ളിലൊരു ചിന്ത വന്നാൽ നീ അറിയണതിന് മുമ്പ് ഞാൻ അറിയും, എന്നിട്ട് നീ അറിയുള്ളൂ. അതുകൊണ്ട് നിൻ്റെ ഉദ്ദേശമൊക്കെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം. എനിക്ക് കാണാൻ ഈ മാംസചക്ഷുസിൻ്റെ ആവശ്യമില്ല എന്ന് കാണിക്കാൻ ചരാചരാത്മാ സനിമീലിതേക്ഷണ. പൂതന ആ ഉണ്ണിയെ വാരിയെടുത്തു. അറിഞ്ഞില്ല.
പാമ്പെന്ന് കയറെന്ന് വിചാരിച്ചിട്ടേ പാമ്പിനെടുത്ത് മടിയിൽ വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഇതുപോലെ ആ ഭഗവാനെടുത്ത് അങ്ങോട്ട് മടിയിൽ വെച്ചു. ആപത്തൊന്നും പൂതന അറിഞ്ഞില്ല. ഘോരാംഗമാതായ മാറോട് ചേർത്ത് പാല് കൊടുക്കുകയാണ്. എന്താ കിട്ടണമെന്ന് വെച്ചാൽ കുടിക്കുക, അത്രയേ ഉള്ളൂ. ഭഗവാന് വേറെ വേണമെന്നൊന്നും പറഞ്ഞ് വിഷാച്ചാൽ വിഷം അത് കുടിക്കുക. അതങ്ങോട്ട് കുടിക്കാൻ പുറപ്പെട്ടു. ഭഗവാന് തോന്നി വെറും വിഷം മാത്രമാകുമ്പോൾ ഒരു സുഖമില്ല, ഇതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു മുറുക്കോ വെള്ളുണ്ടിയോ എന്തെങ്കിലും ഒന്ന് കൂടെ കഴിക്കാം. വെറും ചായ മാത്രമാകുമ്പോൾ നമുക്ക് തോന്നില്ല, എന്തെങ്കിലും ബിസ്ക്കറ്റോ എന്തെങ്കിലും ഒന്ന്. ഭഗവാന് തോന്നി ഇതിൻ്റെ കൂടെ എന്തെങ്കിലും കൂട്ടിക്കഴിക്കാൻ വല്ലതും കിട്ടുമോ എന്നങ്ങനെ നോക്കി. ശുദ്ധമായ വല്ലതും ഉണ്ടോ? ആ ദുഷ്ടയായ പാപിയായിട്ടുള്ള പൂതനയുടെ ശുദ്ധമായത് എന്താ ഉള്ളത്? ഒക്കെ അപകടം, മനസ്സപകടമാണ്, എല്ലാം അപകടമാണ്. അങ്ങനെ നോക്കിയ സമയത്ത് ഒന്ന് കണ്ടു, ജീവൻ ശുദ്ധ. നമ്മളുടെയൊക്കെ ജീവൻ ബ്രഹ്മത്തിൻ്റെ അംശമാണ്, ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ട് ജീവൻ ശുദ്ധമാണ്. പക്ഷെ നമ്മൾ അപകടക്കാരാണല്ലോ. അതെ, അതോ ഉണർന്നാലാ എന്താണ്? ഉണരെ പറയുമ്പോൾ മനസ്സ് വന്നു, മനസ്സാ പ്രശ്നക്കാരൻ. ഉറങ്ങുമ്പോൾ എല്ലാവരും നല്ല മനുഷ്യരാ അല്ലേ? ഉറങ്ങുമ്പോൾ എന്ത് നല്ല മനുഷ്യൻ നോക്കൂ. പക്ഷെ ഉണർന്നാൽ പോയി. ഉണരുമ്പോൾ എന്ത് പറ്റി? ആ ജീവൻ്റെ കൂടെ മനസ്സങ്ങോട്ട് ചേരുമ്പോഴാണ് പ്രശ്നം. മനസ്സിനാണ് കളങ്കം. അപ്പം ഭഗവാൻ ആ മനസ്സിനെ അങ്ങോട്ട് മാറ്റി ജീവനെ കണ്ടപ്പം ആ ജീവനെ അങ്ങോട്ട് എടുക്കാൻ തുടങ്ങി. പ്രാണൈ സമം രോഷസമന്വിതോ പിബത്. ആ പ്രാണനെ അങ്ങോട്ട് വലിച്ച് എടുക്കാൻ തുടങ്ങിയതോടുകൂടി പൂതനയ്ക്ക് തൻ്റെ നഖം മുതൽ മുടി വരെന്തോ വലിഞ്ഞു മുറുകും പോലെ വലിയ പ്രയാസം. അവൾ പറഞ്ഞു, സാ മുഞ്ച മുഞ്ചാലമിതി പ്രഭാഷിണി. മതി 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 എന്ന് വിളിച്ച് പറയാണ്. ഭഗവാൻ അവളുടെ മുഖത്തേക്ക് നോക്കി. മതി എന്ന് പറയേണ്ടത് നീയോ ഞാനോ? ഞാൻ അങ്ങോട്ട് വന്ന് പിടിച്ചതല്ല, നീ ഇങ്ങോട്ട് വന്ന് പിടിച്ചതാ. ഇങ്ങോട്ട് വന്ന് പിടിച്ചാൽ പിന്നെ അവർ വിടാൻ വിചാരിച്ചാൽ ആരും വിടില്ല, പിന്നെ ഭഗവാൻ വിടില്ല. അങ്ങോട്ട് ഭഗവാൻ ഒന്ന് പിടിച്ചാൽ മതി, പിന്നെ ഭഗവാൻ നമ്മൾ വിടാൻ നോക്കിയാലും സത്താഹം കേൾക്കണ്ടാവോ വിചാരിച്ചാലും പറ്റില്ല, കൊണ്ടിരുത്തും. എങ്ങനെയെങ്കിലും അവിടെ കൊണ്ടിരുത്തും. ഞാൻ പിടിച്ചതല്ലല്ലോ, നീ ഇങ്ങോട്ട് വന്നതല്ലേ. പിന്നെ മതി മതി പറഞ്ഞത് എന്താണ്? പാല് കുടിക്കണത് മതി എന്നാണോ? ഭഗവാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ വിളമ്പണാളോ കഴിക്കണാളാണോ? ആരാ മതി പറയേണ്ടത്, നീയോ ഞാനോ? നീ ഇപ്പം തരില്ലേ, ഞാനല്ലേ കഴിക്കണത്. കഴിക്കുന്ന ആളാണ് മതി പറയേണ്ടത്. വിളമ്പണ ആൾ പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. രണ്ടിഡലി വിളമ്പിട്ട് വിളമ്പണ ആൾ പറയാം മതി. അയാളല്ലേ പറയാ, കഴിക്കുന്ന ആളല്ലേ മതി എന്ന് പറയാ. ഞാനല്ലേ കഴിക്കണത്, ഞാൻ പറയും മതിയായാൽ. പിന്നെ ഭഗവാൻ ആലോചിച്ചു, അതുമല്ല ഇവള് പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടോ? മതി 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 എന്ന് പറഞ്ഞത് കംസന്റെ കൊട്ടാരത്തിൽ കഴിഞ്ഞത് മതി. അതാണ് മതി കൃഷ്ണ. ആ ദുഷ്ടൻ്റെ കൂടെ കഴിഞ്ഞത് മതിയായി. എത്രയോ പേര് അവിടെ ഉണ്ടായിരുന്നു. പ്രലംബനും ഭഗനും ചാണൂരിനൊക്കെ പുറപ്പെട്ടതാ. ഞാൻ പറഞ്ഞത് ഞാൻ പോവാ ആദ്യം. കാരണം എന്താ? മതിയായി. നിന്നെ കണ്ട് നിന്നെ തൊട്ട് ഈ ജീവിതം അങ്ങോട്ട് അവസാനിപ്പിച്ചാൽ പിന്നെ സമാധാനമാണ്, ശാന്തിയാണ്. അതാണ് അർത്ഥം. സാ മുഞ്ച മുഞ്ചാലമിതി പ്രഭാഷിണി നിഷ്പീഡ്യമാന അഖില ജീവ മർമ്മണി. ഭഗവാൻ മനസ്സിലായി. ശരിക്കും ആരായി പൂതന ചോദിച്ചാൽ ബലിയുടെ മകളാണത്രേ. ബലിയുടെ മകളാണ് ആര്? ഈ പൂതനി. അക്കാലത്ത് ബലിയുടെ മകള് അവളങ്ങനെ ഇരിക്കുന്ന സമയത്ത് വാമനമൂർത്തിയെ കണ്ടപ്പോൾ വലിയ ഇഷ്ടം തോന്നി. വാമനമൂർത്തിയുടെ അമ്മയാവാൻ സാധിച്ചിരുന്നെങ്കിൽ, പാല് കൊടുക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്നൊരു മോഹം ആർക്ക്? ഈ ബലിയുടെ പുത്രിക്ക്. ഭഗവാൻ നോക്കി രത്നമാല എന്നാ പേര്. പറ്റില്ല, ഇപ്പം ഞാൻ ബ്രഹ്മചാരിയാണ്, അടുത്തേക്കെന്നെ വരില്ല. സാരല്ല, അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഭഗവാനോടാണ് നമുക്ക് ആഗ്രഹമെങ്കിൽ ഭഗവാൻ സാധിപ്പിക്കും. ആ അവതാരമാണ് കൃഷ്ണാവതാരം. എന്തൊക്കെ ആഗ്രഹം ആർക്കൊക്കെ ഉണ്ടോ ഭക്തന്മാർക്കൊക്കെ അത് സാധിപ്പിച്ചു കൊടുക്കുക, പൂർണ്ണമാക്കി കൊടുക്കുക. പാല് തരല്ലേ വേണ്ടു, അതല്ലേ ആഗ്രഹം, സാധിപ്പിച്ചു തരാം. അതാണ് ഇപ്പോൾ പൂതനയായിട്ട് വന്നത്. പക്ഷെ ഇങ്ങനെയൊരു ഭാവത്തിൽ പാല് കൊടുക്കുക കുറച്ച് മോശമായി പോയില്ലേ? അതും അവൾ ആഗ്രഹിച്ചിട്ടുണ്ട്. വാമനമൂർത്തി ത്രിവിക്രമനായ അങ്ങോട്ട് വലുതായപ്പോൾ തൻ്റെ അച്ഛനെ പറ്റിക്കാൻ പുറപ്പെടുകയാണോ? ദുഷ്ടൻ. ഇയാളെ കൊല്ലുകയാണ് വേണ്ടത്. കൊല്ലണം എന്നുള്ളൊരു വിചാരം രണ്ടും സാധിപ്പിച്ചു കൊടുത്തു. കൊല്ലണം എന്നുള്ള ഭാവവും പാല് തരലും രണ്ടും കൂടി എങ്ങനെ ഇത്ര കൃത്യമായിട്ട്? അതാണ് പൂതന. ആ പൂതനയിൽ നിന്ന് ആ പാല് ഭഗവാൻ അങ്ങോട്ട് വിഷപ്പാല് കുടിച്ചു. അവളെ അനുഗ്രഹിച്ചു. അവളുടെ ശരിക്കുള്ള രൂപം അങ്ങോട്ട് പ്രകടമായി. അലറി വിളിച്ചും കൊണ്ട് അവൾ മറഞ്ഞങ്ങോട്ട് വീണു. ഈ ശബ്ദം കേട്ട് എല്ലാവരും ഓടി വന്നു. വലിയൊരു പർവ്വതത്തിൻ്റെ മുകളിൽ ഒരു നീലരത്നം പോലെ ഭഗവാൻ അങ്ങനെ ശോഭിക്കുന്നു. ഗോപന്മാരൊക്കെ മാറി നിന്നു. അടുത്തേക്ക് പോകാൻ അവർക്ക് പേടി. ഗോപികമാർക്കൊരു പേടിയില്ല. അവൾ മരിച്ചില്ല അതൊന്നും അറിയണ്ട, ആ ഉണ്ണിയെ രക്ഷിക്കുക. അവൾ മരിച്ചില്ലെങ്കിലോ? മരിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് അപകടം വന്നാലും സാരമില്ല, ഉണ്ണിക്ക് അപകടം വരരുത്. ഈ ഒരു ഭാവമാണ് ഗോപികമാർക്ക്. അവർ ആ ശരീരത്തിലേക്ക് കയറി ആ ഉണ്ണിയെ വാരിയെടുത്തു. അവർക്കാവുന്നതുപോലെ ചില മന്ത്രവാദമൊക്കെ ചെയ്തു. പശുവിൻ്റെ വാലുകൊണ്ട് ഉഴിയ, ഗോമൂത്രം കൊണ്ട് അഭിഷേകം, ചാണകം തേക്കുക, എന്നിട്ട് ഭഗവാന്റെ നാമം ജപിച്ച് ഭഗവാൻ രക്ഷിക്കട്ടെ, ഭഗവാന്റെ നാമം ജപിച്ച് ഭഗവാനെ രക്ഷിക്കട്ടെ എന്ന് പറയുകയാണ്. ഭഗവാന് പോലും രക്ഷ ഭഗവാന്റെ നാമമാണെങ്കിൽ നമ്മളെപ്പോലുള്ള സാധാരണക്കാരുടെ കാര്യം പറയാനുണ്ടോ? രക്ഷ ഭഗവാന്റെ നാമം മാത്രം എന്ന് പറയണം. അവിടേക്ക് ആരെത്തി? നന്ദഗോപുരെത്തി. ഇനിയിപ്പോൾ ചെയ്യേണ്ടത് എന്താ? ആ
ശവശരീരം കൊണ്ടുപോയി ദഹിപ്പിക്കണം. സ്വതവേ ശവം കത്തിയ ദുർഗന്ധല്ലേ. ഇത്രയും പാപിയായിട്ടുള്ള ഈ രാക്ഷസിയുടെ ശവമാകുമ്പോൾ പിന്നെ പറയും വേണ്ട. അതുകൊണ്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും വേണ്ട, ദൂരത്തേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് ദഹിപ്പിക്കുന്ന സമയത്ത് ആരോ ഒന്ന് കയ്യെ വിട്ടു, മുക്ക് പൊത്തി നിൽക്കായിരുന്നു. കയ്യം കണ്ട് വിട്ട സമയത്ത് സുഗന്ധം. അകിലും ചന്ദനവും ഒക്കെ കത്തിച്ചാൽ എത്ര കണ്ട് സുഗന്ധം ഉണ്ടാവും? അതിൻ്റെ ഒരു 100 ഇരട്ടി സുഗന്ധം. അത്ഭുതമായി. ഈ ഭാവിയായിട്ടുള്ള ഈ പൂതനെ ദഹിപ്പിക്കുമ്പോൾ സുഗന്ധം, പുകയ്ക്ക് സുഗന്ധം വന്നെന്ന് അർത്ഥം എന്താ വെച്ചാൽ ഏതോ യോഗിയാണ്, ഏതോ മഹാമുനിയാണ്, മഹർഷിയാണ്, യോഗ്യനാണ്, മഹാത്മാവാണെന്ന് അർത്ഥം. ഈ പൂതനയ്ക്ക് എന്ത് മഹത്വമുള്ളത്? അവരൊക്കെ അത്ഭുതപ്പെട്ടു. ശരിയാണ്, അവൾ പാപിയായിരുന്നു. ഏതുവരെ? ഭഗവാനെ തൊടുന്നത് വരെ. നമ്മളുടെയൊക്കെ പാപം അത്രയേ ഉള്ളൂ. എത്ര വരെയുള്ളൂ? ഭാഗവത്തെ ആശ്രയിക്കുന്നത് വരെ, ഭഗവാനെ തൊടുന്നത് വരെ, അത്രയേ ഉള്ളൂ. ഭഗവാനെ ആശ്രയിച്ച പിന്നെ എന്ത് പാപം? കഴിഞ്ഞതൊക്കെ മറക്കൂ, ഒക്കെ തീർന്നു, പിന്നെ ഒന്നുമില്ല. അത് കാണിക്കാനാണ് ദുർവാസനയായിട്ടുള്ള പൂതനയ്ക്ക് പിന്നെ ഉണ്ടായത് എന്താ? സദ്വാസന. ആ ദുർവാസന മുഴുവൻ ഭഗവാൻ ഇല്ലാണ്ടിയാക്കി അനുഗ്രഹിച്ചതാണ് ആദ്യത്തെ ലീല. പൂതന ലോകബാലഘ്നി രാക്ഷസീ രുധിരാശന. രാക്ഷസിയാണ്, ചോരയാണ് അവൾക്കിഷ്ടം. ജിഘാംസയാവി, കൊല്ലാനാണ് അവൾ വന്നത്. ഹരയേ സ്തനം ദത്വാപ സദ്ഗതിം. പക്ഷേ ഭഗവാനെ തൊട്ടു, ഭഗവാനെ ആശ്രയിച്ചു. അതോടുകൂടി ഭഗവാൻ അവൾക്ക് എന്ത് കൊടുത്തു? സദ്ഗതി കൊടുത്തു. മദംഗസംഗസ്യ ഫലം ന ദൂരേ. മെൽപ്പത്തൂർ പറയും, ഈ ലീല കാണിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടോ? മദംഗസംഗസ്യ ഫലം ന ദൂരേ. എന്നെ തൊട്ടാൽ ഫലം ദൂരത്തല്ല. എന്നെ ആശ്രയിച്ച പിന്നെ നാളെ അവർക്ക് ഫലം കൊടുക്കുക, 2 ദിവസം കഴിയട്ടെ എന്നൊന്നും ഭഗവാൻ തീരുമാനിക്കില്ല. തൊട്ടാ ഉടനെ ഫലം. പൂതന വന്നു, തൊട്ടു, അവളുടെ സകല പാപങ്ങളും നീക്കി അവളെ അനുഗ്രഹിച്ചു. പറയുമ്പം സ്തനം ദത്വാപ സദ്ഗതിം അവാപ ജനനീഗതിം. ശ്രീശുവര് ചോദിക്കുകയാണ്, ഇവിടെ വിഷപ്പാലല്ലേ തന്നത് കൃഷ്ണ? വിഷപ്പാല് തന്ന ആ പൂതനയ്ക്ക് നീ മുക്തി കൊടുത്തുവെങ്കിൽ വാത്സല്യത്തോടെ നിനക്ക് പാല് തരണ യശോദയ്ക്കും ദേവകിക്കൊക്കെ നീ എന്തെടുത്ത് കൊടുക്കും? മോക്ഷത്തെക്കാൾ വലുതൊന്നുമില്ലേ കൊടുക്കാൻ? എന്ത് ചെയ്യും? അതാണ് ഭഗവാന്റെ കാരുണ്യം. അതാണ് ആദ്യത്തെ ലീല. തന്നെ കൊല്ലാൻ വന്ന പൂതനയ്ക്ക് പോലും മുക്തി. പൂതനാവധം എന്നല്ല പറയാ, എന്താ പറയാ? പൂതനാമോക്ഷം. ഭഗവാനെ ആശ്രയിച്ച നമ്മുടെ ഉള്ളിലുള്ള ആ വാസന, ദുർവാസന നീങ്ങും, ഹൃദയം ശുദ്ധമാവും. നേരെ ആവണമെന്ന് വിചാരിക്കൊന്നും വേണ്ട, കേട്ടാൽ നേരെയാവും. ലിഫ്റ്റ് കയറിയാൽ എങ്ങനെയാണ്? സ്വിച്ചിട്ടാൽ മുകളിലേക്ക് പോകും. മുകളിലെത്തിയിട്ട് പറയാം, മുകളിലെത്തണമെന്ന് വിചാരിച്ചില്ല. വിചാരിക്കേണ്ട, അത് സ്വിച്ചിട്ടാൽ പോവും. പിന്നെ വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഭാഗവതം കേൾക്കണമെന്നേ വിചാരിച്ചുള്ളൂ, നേരെ ആവണമെന്ന് വിചാരിച്ചില്ല. നേരെ ആവണമെന്ന് വിചാരിക്കേണ്ട, അത് കേട്ടാൽ നേരെയാവും. പൂതന മുക്തി വേണമെന്ന് വിചാരിച്ചുള്ള കാര്യത്തിൽ സംശയമാണ്. പക്ഷെ ഭഗവാനെ തൊട്ടു, അതാണ് ഭഗവാന്റെ പ്രത്യേകത. മദംഗസംഗസ്യ ഫലം ന ദൂരേ. എത്ര വലിയ പാപിയാണെങ്കിലും എത്ര മോശക്കാരനാണെങ്കിലും ഒക്കെ ഭഗവാന്റെ മുന്നിലാവുന്ന വിഷയമില്ല. ഭഗവാനെ മനസ്സിനെ തന്നെ ഇല്ലാണ്ടിയാക്കാൻ പോവുകയാണ്. മനസ്സിലാണ് പാപവും പുണ്യമൊക്കെ. മനസ്സങ്ങട്ട് ഇല്ലാണ്ടിയാക്കിയ പിന്നെ എന്ത് പാപം എന്ത് പുണ്യം? ഇന്നലെ വരെ എങ്ങനെയൊന്നും ഭഗവാൻ അന്വേഷിക്കില്ല. ഭഗവാനെ ആശ്രയിച്ചോ അത്രേ ചോദ്യമുള്ളൂ. അതുകൊണ്ട് എത്ര വലിയ മോശക്കാരനാണെങ്കിലും എത്ര കേമനാണെങ്കിലും ഭഗവാനെ ആശ്രയിച്ചോളൂ. ശാന്തി ഉണ്ടാവും, സമാധാനം ഉണ്ടാവും എന്നുള്ളത് ഈ ലീല കാണിക്കുകയാണ്. ഇനി ഭഗവാന്റെ